എന്തമ്മായി എന്നെ കണ്ടപ്പോ ഒരു പുച്ഛ മുഖത്ത്? അമ്മായിയോ? ആരടി നിന്റെ അമ്മായി? അല്ല, മുറച്ചു നോക്കുമ്പോ പ്രശോഭട്ടന്റെ അമ്മായി ആകുമ്പോ എന്റെ അമ്മായി അല്ലേ, അപ്പൊ എനിക്കും അമ്മായി. നീ എന്നെ അമ്മായി എന്നൊന്നും വിളിക്കണ്ട കേട്ടല്ലോ. ശരി അമ്മായി, ഞാൻ ഇനി അമ്മായി അമ്മായി എന്ന് വിളിക്കൂല. എടി നീ എന്നെ അമ്മായി ഒരു കുന്തം വിളിക്കണ്ട. ഇത്രയും നാളെ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഇനി അങ്ങനെ അങ്ങോട്ട് പോകുന്ന എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ. ആന്റി എപ്പത്തേരും എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുകയല്ലോ. എല്ലാം അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കോ, നീ ഒരു ഭർത്താവാണോടാ? എന്താ എന്താ കാര്യം? ലക്ഷ്മിയുടെ കൂട്ടുകാരുടെ കൊച്ചിനെ നൂലുകെട്ടല്ലായിരുന്നോ? ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നീ കൂടെ പോണ്ടതല്ലേ? അവളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എനിക്ക് വരാൻ പറ്റൂലെന്നുള്ളത്. അല്ലെങ്കിലും നിനക്ക് അവളൂടെ പോകാൻ എവിടെയാണ് സമയം ഇരിക്കുന്നത്? നിനക്കാണെ തിന്നും കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം. അവളാണെ കരച്ചിലും സങ്കടവും കൊണ്ടിരിക്കുക. അവിടെ ഒരു വിധി അനുഭവിക്കുക, അല്ലാണ്ട് എന്താ? മോർ നിക്കട അങ്ങോട്ടോ. ലക്ഷ്മി, ആ അമ്മ എത്തിയോ? എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എടി നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന് എന്നെ എന്തിനീ ബുദ്ധിമുട്ടിക്കുന്നത്? നിന്റെ കെട്ടിയനെ വിളിച്ചൊന്നും നിനക്ക് പോവരുതോ? എന്റെ കെട്ടിയോൻ വരാത്തതുകൊണ്ടാണല്ലോ ഞാൻ അമ്മയെ വിളിക്കുന്നത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാവും എനിക്കറിയത്തില്ല നിന്റെ ജീവിതം. എങ്ങനെ പോയാ ഇപ്പൊ എന്റെ ജീവിതത്തിന് എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. നീ ഓരോ ദിവസം ചെല്ലുന്തോറും നിന്റെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അമ്മ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടി ഇന്ന് നിന്റെ കൂട്ടത്തിൽ വരാത്ത നാളെ വരുമെന്ന് എന്താ അടി ഉറപ്പ്? നീ എന്താ ആലോചിക്കുന്നത്? ഡി കൊച്ചെ, നിന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ട നിന്റെ മാത്രം ആവശ്യമാ. അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് വട്ടാക്കല്ലേ, നടന്നേ അങ്ങോട്ട്. എടി ഞാൻ ഇപ്പൊ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ നമ്മൾ നൂലുകെട്ടിന് പോകുന്നു. അവിടെ ചെല്ലുമ്പോ നിന്റെ കൂട്ടുകാരെല്ലാം കെട്ടിമാരുടെ കൂട്ടത്തിൽ വരുന്നു. നീ മാത്രം എന്റെ കൈയും പിടിച്ചോണ്ട് കൂടെ വരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയാണോ? നിനക്കിതേ പറഞ്ഞിട്ടുള്ളൂ. വാ. ലക്ഷ്മി വാ. എന്താണ് അമ്മായിയമ്മയും മരുമോളും കൂടെ ഒന്നും അങ്ങോട്ടും മിണ്ടാതെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു? എന്റെ മോനെ, ഞങ്ങള് നിന്റെ ചേട്ടന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പാവം ചേട്ടൻ തൂറ്റി. സുനിത ആന്റി പ്രശോഭണന് ഒരു വിലയും കൊടുക്കുന്നില്ല. കുറച്ചു മുമ്പ് തന്നെ എന്റെ മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞു. അതാണോ വലിയ കാര്യം? അതിപ്പോ ഞാൻ ഏട്ടന്റെ പിടിപ്പുകളായിട്ടേ പറയത്തുള്ളൂ. ഈ നിർത്തേണ്ട ആൾക്കാരെ ഉണ്ടല്ലോ, നിർത്തേണ്ട രീതിക്ക് നിർത്തണം. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പലതും കേൾക്കേണ്ടി വരും. അല്ലണ്ണ, പ്രശോഭണൻ നന്നായിട്ട് നാണം കെട്ടുപോയി. പാവം. എന്റെ മുമ്പ് വെച്ച കാണും ആ പെണ്ണുപിള്ളേക്കിനൊക്കെ പറയണമായിരുന്നു. ചെവുക്കുറ്റി അടിച്ച താഴെ ഇട്ടേനെ. എന്നിട്ട് എന്താ അമ്മ ഗുണം? അത് പറ. ഗുണമെന്നോ? അവിടെ അഹങ്കാരം അതോടെ തീരും. എടാ, ആ പാവം പിടിച്ച കൊച്ചന്റെ മാസം ചെലവിന് കാശ് വാങ്ങിക്കുക, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ കയറി ഭരിക്കുക. നാണം ഉണ്ടോടാ തള്ളക്ക്? അമ്മ ഇതാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്നെ ചവിട്ടിക്കോന്ന് പറഞ്ഞ് തല താത്തി നിന്ന് കഴിഞ്ഞാലേ ആന്റി ഉറപ്പായിട്ടും ഡാൻസ് തലയിൽ കയറിയിരുന്ന് കളിക്കും. ഇപ്പൊ ഞാൻ ഏട്ടനെ കുറ്റം പറയത്തുള്ളൂ. നിനക്ക് നിന്റെ ചേട്ടനെ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. 21ാമത്തെ വയസ്സിൽ ഈ കുടുംബത്തിലെ സകല പ്രാരാബ്ദങ്ങളും ചുമതലകളും എല്ലാം തലയിലേറ്റിയവനാ അവന്. പാവം. നിന്റെ അച്ഛൻ പോയപ്പോഴേ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹായിയായിട്ട്. അവൻ ആരോടും എതിർത്ത് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. അത് അവന്റെ സ്വഭാവമാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക. എന്ത് ചെയ്യാനാ, അവൻ അങ്ങനെ ആയിപ്പോയി. അതൊക്കെ ശരി തന്നെ അമ്മ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അവർ വീണ്ടും ഭരിക്കും പ്രശോഭനെ. എന്തെങ്കിലും ചെയ്യാം മോളെ, വരട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.